ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉള്ളിവടയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പം വീഡിയോ എന്നൊക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? പോകാം വീഡിയോയിലേക്ക്. നമുക്ക് ഉള്ളി അരിയാം. ഉള്ളി വടക്കുള്ള ഉള്ളി അരിയുന്ന പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇത് അരിയാനും പറ്റുന്നില്ല, എൻ്റെ ദൈവമേ. നല്ല രീതിയിൽ തൊലിച്ചാണ് അരിയേണ്ടത്. അപ്പോൾ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിയണം. ഉള്ളി വടക്ക് കണക്കാക്കി അങ്ങനെ അരിഞ്ഞെടുക്കണം. നല്ല ചെറുതായിട്ട് തന്നെ അരിയണം, എങ്കിൽ മാത്രമേ നല്ലൊരു ഇതുണ്ടാവൂ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ അരിഞ്ഞ് തീർന്നിട്ട് കാണാം. നമ്മൾ ഉള്ളി അരിഞ്ഞ് തീരാറായി. ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളി അരിഞ്ഞ് തീരും. ഉള്ളി വടക്കാണ് ഉള്ളി അരിയണത്. ഇനി ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ എന്തെന്നറിയാം, ഉള്ളിവടയാണോ പരിപ്പ് വടയാണോ എന്നൊക്കെ അപ്പോൾ അറിയാൻ പറ്റും. അതെല്ലാം അരിഞ്ഞ് തീർന്ന് ഇനി പച്ചവളവും കൂടി അരിയാം. 2-3 പച്ചവളം അരിയണം. അതും ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അപ്പൊ ഇനി അരിഞ്ഞ് തീർന്നിട്ട് കാണാം നമുക്ക്. പച്ചവളമൊക്കെ അരിഞ്ഞ് അടുത്ത ശാല ഇഞ്ചിയും കൂടി അരിയണം. ചെറിയ രീതിയിലുള്ള ഇഞ്ചിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ഇനി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ രീതിയിൽ അരിയണം കേട്ടോ. അപ്പോൾ ഇഞ്ചി നമ്മൾ അരിഞ്ഞ് തീർന്ന് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണ രംഗമുണ്ട്. അപ്പോൾ കുഴക്കണ സമയത്ത് നമുക്ക് കാണാം. ഉള്ളി ഒന്ന് ഞെരടി കൊടുക്കാം. ഉള്ളി വടക്കുള്ള ഉള്ളി നല്ല രീതിയിൽ ഞവടി എടുക്കണം. മുളകും ഇഞ്ചിയും സവാളയും കൂടി നല്ല കുഴഞ്ഞ് മറിഞ്ഞ് വരണം. എന്നിട്ടാണ് നമുക്ക് മാവ് തട്ടി അതിനെ തയ്യാറാക്കാൻ. കടലമാവ് ഇട്ട് കൊടുക്കാം. അതിന് കുറച്ച് കടലമാവ് അതിന് തട്ടയാണ്. ഉള്ളിയും മുളകും ഇഞ്ചിയും കൂടി ഒന്ന് തിരുമി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കടലമാവ് തട്ടുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ശകലം പൊടി ഇട്ട് കൊടുക്കണം. ശകലം പൊടി ഇട്ട് കൊടുക്കണം. കളറിന് വേണ്ടി ഒരു ചെറിയ എരി തട്ടി വെച്ച് കൊടുക്കുന്നു. കുറച്ച് മസാലയും കൂടെ, കുറച്ച് മസാലയും കൂടി ഇടണം. അപ്പൊ റെഡിയാവും. എന്നിട്ട് ഒന്ന് തിരുമി എടുക്കണം. സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മതിയാവും. ശകലം കൂടെ ഇടും, ഒരല്പം കൂടെ. അപ്പൊ ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി, അതാണ് ഇപ്പൊ ഉപ്പിട്ടത്. പിന്നെയാണ് അത് ഓർമ്മ വന്നത്. അപ്പൊ മാവ് നമ്മള് കുഴച്ച് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഇരിക്കണം. ഇരുന്നിട്ട് നമ്മൾ ഇതിനങ്ങ് ചുടും. അപ്പൊ ഇനി അതിന്റെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ. എണ്ണയിലിട്ട് പൊരിക്കും. എന്നിട്ട് പറയാ ഇത് ഉള്ളിവടയാണോ പക്കവടയാണോ ചുടുമ്പോ. അപ്പൊ ആ സമയത്ത് നമുക്ക് കാണാം. നമ്മള് അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. ഉള്ളിവട ചുടാൻ വേണ്ടിയാണ് അടുപ്പ് കത്തിച്ചത്. അപ്പൊ ചീനിച്ചട്ടി ഒന്ന് ചൂടാവണം. പുതിയ ചീനിച്ചട്ടിയാണ്. അപ്പൊ ഇനി ചൂടായതിനു ശേഷം കാണാം. എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഉള്ളിവടയ്ക്കുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിരിക്കുന്നു ചീനിച്ചട്ടിയിലേക്ക്. അപ്പൊ നിങ്ങൾ കാണുന്ന ആ കാഴ്ചകളും വിശേഷങ്ങളും തന്നെയാണ് ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. ഇനി ഉള്ളിവട നമ്മൾ പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. വറുത്ത് കോരും. അതിന് ഉള്ളിവടക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളിവട ഇപ്പൊ തയ്യാറാവും. നമ്മളെ കഴിക്കണം. ഭയങ്കര എണ്ണയ്ക്ക് വിലയായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണ കേട്ടോ. എണ്ണയ്ക്ക് മുടിഞ്ഞ വില 500 രൂപയൊക്കെയാണ്.
അതുകൊണ്ട് നമ്മൾ ഊറ്റിപ്പറക്കി എടുക്കണ്. ഇനി ഇത് കഴുകിയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഒന്ന് പറക്കി ഇട്ട് വരട്ടെ. ഇതാണ് ഇപ്പോഴത്തെ ഉള്ളിവടയുടെ അവസ്ഥ. ഇത് ഉള്ളിവടയാണോ എന്താണെന്നൊരു പിടുത്തമില്ല കേട്ടോ. ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ ഉണ്ട്. ഒത്തെന്നാണ് തോന്നണേ. നല്ല ഒപ്പിച്ചെടുത്ത് ഉള്ളിവട നമ്മൾ കോരയാണ്. ഉള്ളിവട ഓരോന്നായിട്ട് കോരി എടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല കളറൊക്കെ ഉണ്ട് ഉള്ളിവടയ്ക്ക്. എങ്ങനെ എല്ലാം ഓരോന്നായിട്ട് കോരി എടുത്തിരിക്കുന്നു. ഇനി അടുത്ത് വീണ്ടും നമ്മളിടും. കുറച്ച് മാവും കൂടെ ഉണ്ട്, ഇതും കൂടി ഇടണം. അടുത്ത് ഓരോന്നായിട്ട് ഇടുന്നുണ്ട്, ഇടാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അതാണ് അതിൻ്റെ ഒരു ഇത്. കണ്ടില്ലേ, ഉള്ളിവട തയ്യാറായി. അതിൻ്റെ കൂടെ ഒരു ചായ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ചു നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചായയും കൂടി കുടിക്കുമ്പോ അന്തസ് തന്നെ. അതിന് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് ഉള്ളിവടയും ചായയും. വേണ്ട. അപ്പൊ ഉള്ളിവടയുടെ വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.